നമസ്കാരം, ഞാൻ ആര്യ. എന്തെങ്കിലും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഷൂട്ട് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് വളരെ ഒരു 3-4 പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു നോ മേക്കപ്പ് ലുക്ക് എന്ന് പറയാം, അങ്ങനെ ഒരു ലുക്കാണ് ചെയ്യുന്നത് കേട്ടോ. ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഈ കാണിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഒരു സെയിലിൻ്റെ കാര്യം പറഞ്ഞോട്ടെ. ആമസോണിൽ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിലുണ്ട്. 16th to 20th ഓഗസ്റ്റ് വരെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഹെയർ ഒന്ന് പിടിച്ച് കെട്ടി വെക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു നോ മേക്കപ്പ് ലുക്കാണ്. പെട്ടെന്ന് ചെയ്യാണ്, എനിക്ക് പെട്ടെന്ന് പോകണം. ഓക്കെ, അപ്പോൾ പെട്ടെന്നൊന്ന് റെഡി ആവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ലിപ് ബാമാണ് എടുക്കുന്നത്. ഇത് മാമാ എർത്തിൻ്റെ ഒരു ലിപ് ബാമാണ്. ഓക്കെ, ഇനി അടുത്തത് ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ്. ഇത് മാമാ എർത്തിൻ്റെ ഹൈഡ്രാ ഗ്ലോ ഇലുമിനേറ്റിംഗ് ഡ്രോപ്സ് ആണ്. ഓക്കെ, ഇതൊരു എന്താ പറയുക, ലിക്വിഡ് ഹൈലൈറ്റർ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണ്. ഒരു സിമിലർ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മേക്കപ്പിൻ്റെ കൂടെ യൂസ് ചെയ്യാം, അതായത് ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം, മോയ്സ്ചറൈസറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് പോലെ അങ്ങനെയും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് ഫേസിലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ സ്കിന്നിന് ഒരു ഗ്ലോ ഉണ്ടാവും, എന്നാൽ നമ്മൾ വേറെ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു നാച്ചുറൽ ഫിനിഷ് ആയിരിക്കും ഉണ്ടാവുക. മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫേസിൽ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ്റെയോ BB ക്രീമിൻ്റെയോ ഒക്കെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. നാച്ചുറലായിട്ടൊരു ഗ്ലോ നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മാമാ എർത്തിൻ്റെ തന്നെ കാജലാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് കണ്ണ് താഴെ മാത്രം ഒന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ ലിപ് ചീക്ക് ആൻഡ് ഐറ്റിൻ്റെ ആണ്, മാമാ എർത്തിൻ്റെ. അപ്പോൾ ഇത് ജസ്റ്റ് ബ്ലഷ് ആയിട്ട് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അറിയോ ഇല്ല ഇട്ടു എന്ന്. ഓക്കെ, ലാസ്റ്റായിട്ട് മാമാ എർത്തിൻ്റെ ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ആണ്. ഇതും ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഒരു ഹണി ബ്ലഷ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു നാച്ചുറലായിട്ടൊരു ഗ്ലോ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനൊരു 5 minutes എടുത്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, വളരെ ഈസി ആയിട്ടാണ്, വളരെ ക്വിക്കായിട്ടാണ് റെഡിയായത്. ഈസി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മേക്കപ്പിൻ്റെ കൂടെ യൂസ് ചെയ്താൽ കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒന്നുകൂടി നമുക്ക് സ്കിൻ ഈവൻ ആയിട്ടിരിക്കും. അപ്പോൾ അത് പക്ഷേ മേക്കപ്പ് ഉണ്ടെന്ന് അറിയും. ഇതൊരു നാച്ചുറൽ ലുക്കാണ്, ഞാൻ ആദ്യമേ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഫേസിലൊരു എന്താ, ഫേസ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും, ഒന്ന് ബ്രൈറ്റ് ആക്കുന്ന പോലെ ഒന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് കൊടുത്തൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാനൊരു 5 minutes എടുത്തോ? എനിക്ക് ഡൗട്ടാണ്, 5 minutes എടുക്കാൻ ചാൻസ് ഇല്ല. വളരെ ഈസി ആയിട്ട് പെട്ടെന്നാണ് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഹെയർ മാത്രം ഒന്ന് സെറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.